ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സിസ് വേൾഡ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പൂരം എക്സിബിഷൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഞങ്ങൾ കുടുംബസമേതം പൂരം എക്സിബിഷൻ കാണാൻ പോയതിലത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെല്ലാ സ്റ്റോളുകളൊന്നും കയറി ഇറങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ട ചില സ്റ്റോളുകളിൽ മാത്രം നമ്മളൊന്ന് തങ്ങി അത്യാവശ്യ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു എന്ന് തന്നെയുള്ളൂ. എല്ലാ സ്റ്റോളുകളും നമുക്ക് കറങ്ങി വരുമ്പോഴേക്കും ഒരു 3-3.5-4 മണിക്കൂറോളം പിടിക്കും സാവകാശം നോക്കി വരുന്നു. അതുകൊണ്ട് നമുക്ക് ആവശ്യം വേണ്ടതിലേക്ക് മാത്രമേ ഞങ്ങൾ ശ്രദ്ധ കൊടുത്തിട്ടുള്ളൂ. അവിടെ നല്ല ഭരണികളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതിലത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ കുറേ നേരം നിന്നു ആസ്വദിച്ചു. പിന്നെ നമുക്കിഷ്ടപ്പെട്ട 1-2 ഭരണികളൊക്കെ നമ്മൾ വാങ്ങിച്ചു. നമുക്ക് അച്ചാറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനും പഞ്ചസാര അങ്ങനത്തെ നല്ല സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഭരണികൾ ഒരു 2-3 വാങ്ങിച്ചു. ഇനി അടുത്ത സെക്ഷൻ ചില്ല് ഗ്ലാസ്സുകൾ, കപ്പുകൾ, അങ്ങനത്തെ വെറൈറ്റികളാണ് മുഴുവൻ. അടുത്ത സ്റ്റോള് വള, മാല, കമ്മൽ, സ്ലൈഡ് അങ്ങനെയുള്ള കാഴ്ചകളാണ്. നമുക്കിഷ്ടപ്പെട്ട കുറച്ച് സ്ലൈഡുകൾ, മാലകൾ, അങ്ങനെ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചു. ഇവിടെ നമ്മൾ പലതരത്തിലുള്ള ബാഗുകളുടെ സ്റ്റോളാണ്. അവിടെ നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല, നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. പിന്നെ നിങ്ങൾ കാണുന്നത് പലതരത്തിലുള്ള മിഠായികളാണ്. പഴയ കാലത്തെ മിഠായികൾ തുടങ്ങി ഇങ്ങോട്ട് ആധുനിക കാലം വരെയുള്ള മിഠായികൾ വരെ എല്ലാ മിഠായികളും അവിടെയുണ്ട്. അതിൽ ഞങ്ങൾ കല്ലോട്ടി, പണ്ടത്തെ ശർക്കര മിഠായി പോലത്തെ മിഠായി, പിന്നെ നാരങ്ങ മിഠായി, പിന്നെ 1-2 തരം വേറെ സൈസ് മിഠായികളും കൂടി ഞങ്ങൾ വാങ്ങിച്ചു. വലിയ കുഴപ്പമില്ല, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിള്ളേർക്കൊക്കെ അപ്പം തന്നെ പങ്കുവെച്ച് കൊടുത്തു. ഇങ്ങോട്ട് വരണവരേക്ക് നടക്കാൻ എന്തെങ്കിലും വയൽ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ മേടിച്ചു കൊടുത്തു. അടുത്തത് കരകൗശല വസ്തുക്കളുടെ ഒരു സ്റ്റോളാണ്. അവിടെ ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രതിമകളും ഒക്കെ ഉണ്ടായിരുന്നു. ശ്രീബുദ്ധൻ്റെ പലതരത്തിലുള്ള പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. അടുത്തത് സോപ്പുകളുടെ ഒരു വെറൈറ്റി, എല്ലാ തരത്തിലുള്ള സോപ്പുകളും കൂടാതെ കഴുതപ്പാലും ഉണ്ടാക്കിയ സോപ്പ്, അതാണ് ഇപ്പോൾ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴുതപ്പാലിൻ്റെ സോപ്പ്
അതാണ് കഴുതപ്പാൽ ഉണ്ടാക്കിയ സൂപ്പ്. അത് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ. കഴുതയ്ക്ക് വിലയില്ലെങ്കിലും കഴുതപ്പാലിന് നല്ല വിലയുണ്ട്. ഇതല്ലോ വേറെ അല്ലേ? ചേട്ടനോട് പറയതല്ലോ വേറെ അല്ലേ? പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുള്ളൊരു സെക്ഷനാണത്. ഇത് പെർഫ്യൂമുകളുടെ സ്റ്റാള്. പല വിധത്തിലുള്ള പെർഫ്യൂമുകളുടെ സ്റ്റോള്. അടുത്തത് ഒരു മത്സരമാണ്. ആ സ്റ്റാൻഡിൽ ഇരിക്കണ ഗ്ലാസ്സുകളെല്ലാം ഒറ്റ എയറിന് അത് താഴ്ത്ത് കളയണം. അങ്ങനെ ഒരു മത്സരമായിരുന്നു. പക്ഷേ 4 വെച്ച് ബാക്കിയെല്ലാം വീണു. അതുകൊണ്ട് അത് തോറ്റു. അടുത്തത് കുട്ടികൾക്കും വലിയവർക്കും കളിക്കാൻ പറ്റിയ റൈഡുകളാണ്. അത് പൈസ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിൽ കയറാൻ പറ്റിയതാണ്. പറ്റിയിട്ടുള്ള കാഴ്ചകളാണ്. ടിക്കറ്റ് എടുത്ത് കളിക്കാൻ പറ്റിയ റൈഡുകളാണ്. അതാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈഡുകളുണ്ട് കളിക്കാൻ. അവർ കയറി, കുറേ ഇടത്തിലൊക്കെ അവർ കയറി കളിച്ചു. രണ്ടും കൂടി കറങ്ങുമ്പോൾ എടുക്കണം. ഞാൻ കറങ്ങണില്ലല്ലോ. അത് കറങ്ങുമ്പോൾ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ എക്സിബിഷൻ്റെ കാഴ്ചകൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.